മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിയ കേസിലെ ഒന്നാം പ്രതി അശമന്നൂർ സവാദ് പിടിയിൽ. കണ്ണൂരിൽ നിന്നാണ് NIA സംഘം ഇയാളെ പിടിച്ചത്. 13 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലായത്. വിവരങ്ങളുമായി ഷംന അശോക് ചേരുന്നു. ഷംന, എന്താണ് വിശദാംശം? നിഷാദ്, 2010 അധ്യാപകന്റെ കൈവെട്ടി കേസിലാണ് ഒന്നാം പ്രതിയായിട്ടുള്ള അശമന്നൂർ സവാദിനെ NIA പിടികൂടിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടി കണ്ണൂരിൽ വെച്ച് അശമന്നൂർ സവാദിനെ പിടികൂടി എന്നുള്ളതാണ് NIA സംഘം വ്യക്തമാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ NIA സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമായ നേട്ടമായി കൂടി ഉയർത്തി കാണിക്കുന്ന ഒരു കേസ് കൂടിയാണിത്. അതിൽ ഒന്നാം പ്രതിയെ പിടികൂടാത്തതിൽ വലിയ വിമർശനമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഏറ്റെടുത്ത് അന്വേഷണം നടത്തിയിട്ടും ഈ കേസിൽ അധ്യാപകന്റെ കൈ വെട്ടി മാറ്റിയെന്ന് NIAയുടെ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്ന പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളിലേക്കും ഈ പ്രതി കടന്നു എന്നുള്ള പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടിയാണ് NIA ഈ പ്രതിയെ പിടികൂടിയതായി അറിയിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ വെച്ച് ഇന്നലെ വൈകിട്ടോടുകൂടി NIA സംഘം രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി കൊച്ചി NIA കോടതിയിലേക്ക് ഈ പ്രതിയെ എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ വിചാരണ പൂർത്തിയാക്കിക്കൊണ്ട് ഒരു ശിക്ഷാവിധി പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ പിടികൂടിയ പ്രതികളെ വെച്ച്, അതായത് 54 പ്രതികളുള്ള കേസിൽ ആദ്യഘട്ടത്തിൽ പിടിയിലായ പ്രതികളെ വെച്ചാണ് ആദ്യം വിചാരണ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ വിചാരണ 2015 പൂർത്തിയാവുകയും 13 പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഈ കേസിൽ അവസാനം പല സ്ഥലങ്ങളിലായി വെച്ച് കീഴടങ്ങുകയോ ഒപ്പം തന്നെ NIA പിടികൂടുകയോ ചെയ്തിട്ടുള്ള പ്രതികളെ വെച്ച്, അതായത് 6 പ്രതികളെ വെച്ച് കൊണ്ട് വിചാരണ പൂർത്തിയാക്കി അതിനെ ശിക്ഷാവിധി പ്രസ്താവിക്കുകയും അതിൽ തന്നെ 2 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കേസിനെ സംബന്ധിച്ച് അന്ന് തന്നെ അശമന്നൂർ സവാദിനെ പിടികൂടാത്തത് ഇതിലൊരു പൂർണ്ണത ഉണ്ടായിട്ടില്ല എന്നുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടിയാണ് മറ്റ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പല ഏജൻസികളുമായി കൈകോർത്തുകൊണ്ട് NIA നടത്തിയ അന്വേഷണത്തിനൊടുവിൽ രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിവരത്തിന്റെ പരിശോധനയിലാണ് കണ്ണൂരിൽ വെച്ച് ഈ സവാദിനെ പിടികൂടുന്നത് എന്നുള്ളതാണ് പ്രധാനമായും നൽകുന്നത്. ആദ്യം പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിലും അധ്യാപകന്റെ കൈ പിടിച്ചു മാറ്റി, അധ്യാപകനെ പിടിച്ചു വെച്ച് കൈ വെട്ടി മാറ്റിയത് സവാദാണ് എന്നുള്ള കണ്ടെത്തലിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് NIAയും കുറ്റപത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായാണ് സവാദിനെ NIA ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ ഒന്നാം പ്രതിയെ ഇല്ലാതെ തന്നെ വിചാരണ പൂർത്തിയാക്കിയതിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഈ കേസിൽ പ്രതിയെ പിടികൂടിക്കൊണ്ട് NIA അതൊരു വലിയ നേട്ടമായി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇനി ഈ കേസിന്റെ നടപടികൾ എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ കേസിൽ വിചാരണ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സവാദിനെ വിസ്തരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കേസിന്റെ നിയമ നടപടികൾ ഇനിയും നീണ്ടുപോകും. ആ വിചാരണയ്ക്ക് ശേഷമായിരിക്കും കേസിൽ ഒന്നാം പ്രതിയായ സവാദിന്റെ ശിക്ഷ വിധിക്കുക. അതിനു മുൻപ് സവാദ് എവിടെയൊക്കെ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനാണ് സവാദ് എന്നുള്ളതാണ് നേരത്തെ NIA വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരാണ്, സവാദിന് എവിടെ നിന്നെല്ലാം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലെല്ലാം NIAക്ക് വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് NIA കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 13 വർഷങ്ങൾക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലെ പ്രതിയെ NIAക്ക് പിടികൂടാൻ സാധിച്ചു എന്നത് വലിയ നേട്ടമായി തന്നെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്നത്. തൊടുപുഴയിൽ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടി മാറ്റിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ 13 വർഷങ്ങൾക്ക് ശേഷം പിടികൂടിയിരിക്കുന്നു.